ഹലോ എവറിബഡി. ഇന്ന് ഞങ്ങളുടെ ഫെയർവെൽ പാർട്ടി ആയിരുന്നു കേട്ടോ. ഞങ്ങളുടെ ടീച്ചിങ് പീരീഡിൻ്റെ കഴിഞ്ഞ് നമ്മൾ എക്സാമൊക്കെ കഴിഞ്ഞ ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഫെയർവെൽ ഡേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം എക്സാമിൻ്റെ മുമ്പ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു എക്സാമിൻ്റെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് നല്ല റിലാക്സ് ആയിട്ടുള്ള ഒരു ദിവസം നടത്താമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നീട്ടി ഇതാ ഏപ്രിലിൻ്റെ ലാസ്റ്റ്ക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു സെൻഡ് ഓഫ് അല്ലെങ്കിൽ ഫെയർവെൽ ഡേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മെയ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി എന്ന് എനിക്കറിയാം. എന്തായാലും ഓർമ്മകൾ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ അവർക്കൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാ സ്റ്റുഡൻസും ഉള്ള ഒരു ഗിഫ്റ്റ് വന്നിട്ടുള്ളത്. അവർ നല്ല ഹാപ്പിയായി. ഓരോരുത്തരും എവിടെയാണ് ഞങ്ങൾ എന്നുള്ളതിൽ എല്ലാവരും നോക്കിയിരുന്നു. എന്തായാലും ഓരോരുത്തരും ആ ഒരു 2024 to 2025 ഉള്ള ആ ഒരു ഓർമ്മകൾ പറയാണ്. നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും ഓർമ്മകളും ഫ്രണ്ട്സുകളും എല്ലാം കൊണ്ടും എങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഇയറായിരുന്നു മുന്നോട്ട് പോയതെന്ന് നമ്മൾ ഓരോരുത്തരായിട്ട് പറയായിരുന്നു കേട്ടോ. കാരണം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണല്ലോ. എന്തായാലും ഞാനും കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കും ഭയങ്കരമായിട്ടും വിഷമവും സങ്കടവും എന്താ പറയുക, ഈ ഒരു ഇയർ കഴിഞ്ഞു പോവാന്ന് പറയുമ്പോൾ അത്രത്തോളം നമ്മൾ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഇയർ തന്നെയായിരുന്നു. നമുക്ക് ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് വിഷമങ്ങളും പരാതികളും പരിഭവങ്ങളും എല്ലാം ഉണ്ടായിട്ടുള്ള ഒരു ഇയർ തന്നെയായിരുന്നു ഈ ഒരു ടീച്ചിങ് പീരീഡ് ഉള്ളത്. നമ്മൾ MTTC മോണ്ടിസോറി സ്റ്റുഡൻ്റ് ആയിരുന്നു കേട്ടോ. ഇതിൽ പ്രീ പ്രൈമറി ഉണ്ട്, മോണ്ടിസോറി ഉണ്ട്. എന്തായാലും നമ്മൾ പെരിന്തൽമണ്ണയായിരുന്നു കേട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇവർക്ക് 4-5 ഓളം ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ കഴിച്ചു എന്നാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഗെയിംസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ബിരിയാണി ആയിരുന്നു ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഡേ ആയിരുന്നു കേട്ടോ. നിങ്ങൾക്കും ഇങ്ങനെ ഓർമ്മ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.